ദേശീയപാത 66-ലെ 6 വരിപ്പാതയുടെ സർവീസ് റോഡുകളുടെ നടപ്പാതകളിൽ ഗുണനിലവാരം ഇല്ലാത്ത സിമന്റ് കട്ടകൾ മാനദണ്ഡങ്ങളും പാലിക്കാതെ തികച്ചും അശാസ്ത്രീയമായ രീതിയിൽ വിരിക്കുന്നത് നാട്ടുകാർക്ക് വിനയാകുന്നു. പല സ്ഥലത്തും ആഴ്ചകൾ കഴിയുന്നതിന് മുൻപേ സിമന്റ് കട്ടകൾ പൊട്ടിപ്പൊളിഞ്ഞും പുറത്തുചാടിയും മറ്റ് പല ഭാഗങ്ങളിലും ഇടിഞ്ഞു താഴ്ന്നും നാട്ടുകാർക്ക് നടക്കാനാവാത്ത സ്ഥിതിയാണ്. യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ തികച്ചും അശാസ്ത്രീയമായ രീതിയിലാണ് കട്ടകൾ സ്ഥാപിക്കുന്നതെന്നാണ് നഗരസഭാ വാർഡ് കൗൺസിലറായ VM ജോണി ആരോപിക്കുന്നത്. നിലവിലെ കാനകൾക്ക് പുറത്തുള്ള 1-2 മീറ്റർ സ്ഥലത്താണ് കട്ടകൾ വിരിക്കുന്നത്. മണ്ണ് നിരപ്പാക്കാതെയും വൈബ്രേറ്റർ ഉപയോഗിക്കാതെയുമാണ് നിർമ്മാണം. സിമന്റ് കട്ട നിരത്തുന്നതിന് മുൻപ് ബേബി മെറ്റലോ GSBയോ വിരിച്ച് നിലം പാകപ്പെടുത്തുന്ന പതിവും ഇവിടെ പാലിക്കുന്നില്ല. റോഡരികിലെ പുല്ല് നീക്കി സിമന്റ് കട്ടകൾ നിരത്തി വയ്ക്കുക മാത്രമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. പല സ്ഥലത്തും ടൈലുകൾ തകരുകയും ഇടിഞ്ഞു താഴുകയും ചെയ്ത നിലയിലാണെന്ന് VM ജോണി ആരോപിച്ചു. ഇത് ശാസ്ത്രീയമായിട്ട് ചെയ്യുമ്പോൾ നിലവിലുള്ള രീതി ചെയ്യുമ്പോൾ ആദ്യം ബേസ് കോറി വേസ്റ്റ് അടിച്ച് ലെവൽ ചെയ്തതിനു ശേഷം GSP ഉപയോഗിക്കണം. GSPക്ക് മുകളിൽ വൈബ്രേറ്റർ അടിച്ച് ഉറപ്പിച്ചതിന് ശേഷം ബേബി മെറ്റൽ ഇടണം. ബേബി മെറ്റലിന്റെ മുകളിലാണ് ഇത് വിരിക്കേണ്ടത്. അതിന് ശേഷം വീണ്ടും വൈബ്രേറ്റർ ഇടണം. പക്ഷെ ഇതൊന്നും തന്നെ ഇവിടെ ചെയ്തിട്ടില്ല. അതിന്റെ ഒരു പ്രതിഷേധം നിലനിൽക്കുമ്പോൾ തന്നെ ഇന്നലെ ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് പോയിക്കുന്നത് കാണാം. ഇവിടെ നിങ്ങൾ നാട്ടുകാർ എല്ലാവരും വന്നിട്ട് കാണാം. ഈ വീഡിയോ ഈ സ്വരം കേൾക്കുന്ന നാട്ടുകാർ ഈ പരിസരത്തുള്ള ജനപ്രതിനിധികളും നാട്ടുകാരും വന്നത് കാണണം. ഇതെന്താണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്? അത്രമാത്രം വൃത്തികേടായിട്ട് ഇത് മുഴുവൻ ഇപ്പൊ തന്നെ നടന്നുപോയി. ഇന്നൊരു മഴ പെയ്യണമെങ്കിൽ നാളെ നിങ്ങൾ നോക്കിക്കോ, ഒരു തരി ടൈലിന്റെ ഇത് ഉണ്ടാവില്ല, കോൺക്രീറ്റ് ഉണ്ടാവില്ല. ഇത്രമാത്രം വൃത്തികെട്ട രീതിയിൽ ഇവിടെ നിർമ്മാണം നടക്കുമ്പോൾ നമ്മുടെ ഡ്രൈനേജ് തീരെ ഗുണനിലവാരമില്ലാത്ത സിമന്റ് കട്ടകളാണ് വിരിക്കുന്നത്. ചെറിയൊരു മഴ പെയ്താൽ പോലും മണ്ണ് ഒഴുകിപ്പോയി അടിപ്പാത തകരുന്ന അവസ്ഥയാണുള്ളത്. വീടുകളിൽ നിന്ന് സർവീസ് റോഡുകളിലേക്കുള്ള വഴികളിലും മതിലുകളോടും ചേർന്ന് ടൈലുകൾ നിരത്തിയിട്ടുണ്ട്. മിക്കയിടത്തും ഇവ തകർന്ന നിലയിലാണ്. നാട്ടുകാർക്ക് പരാതി പറയാൻ ഒരു ഉദ്യോഗസ്ഥനെ പോലും കാണാറില്ലെന്നും ആക്ഷേപമുണ്ട്. ഇതര സംസ്ഥാനക്കാരായ കരാർ കമ്പനി തൊഴിലാളികളോട് ആശയവിനിമയം നടത്താൻ ശ്രമകരമായതിനാൽ പരാതിയുമായി എത്തുന്നവർ പലപ്പോഴും പിന്മാറുകയാണ് പതിവ്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.